കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ 10 ലക്ഷം രൂപയുടെ മരണാനന്തര ധനസഹായമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. അപ്പം ആ ഒരു നല്ല സംരംഭത്തെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നല്ലൊരു സംരംഭത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏതാണ്ട് 100-130 ആളുകൾക്ക് ഇതിനോടകം തന്നെ ഈ ജില്ലയിൽ വിവിധ മേഖലകളിലായി മരണപ്പെട്ട ആളുകൾക്ക് ഈ സാമ്പത്തിക സഹായം നൽകിയതാണ്. മരണപ്പെടുന്ന ഒരാളുടെ കുടുംബത്തിന് നൽകുന്നത് 10 ലക്ഷം രൂപയാണ്. സാധാരണഗതിയിൽ ഒരു കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു സഹായവും ലഭ്യമാകാതിരിക്കുന്ന ഒരു സമയത്താണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇത്തരത്തിലൊരു പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ട് 10 ലക്ഷം രൂപ വീതം കൊടുക്കാനുള്ള തീരുമാനം അവർ കൈക്കൊണ്ടു. യഥാർത്ഥത്തിൽ ആ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു പദ്ധതിയായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. പല പരിപാടികൾക്കും എനിക്ക് പങ്കെടുക്കാനുള്ള അവസരം ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത് നല്ലൊരു സംരംഭം എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു വ്യാപാരം നടത്തുന്ന വ്യക്തിയോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇതിൽ അംഗമാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർ എല്ലാ മാസവും കൃത്യമായി പണം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അവരെ അങ്ങനെ പണം അടച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഓരോ മരണം ഉണ്ടായാലും അവർക്കും ഈ ഫണ്ട് കിട്ടാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിയാത്മകമായ ഒരു പദ്ധതിയാണ് എന്ന് തന്നെയാണ് ഇതിനെ കാണുന്നത്. മറ്റുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമാണ്. ഇതിൽ അംഗങ്ങളാകാതിരിക്കുന്ന ആളുകളും ഈ രംഗത്ത് അംഗങ്ങളാകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് ആ കുടുംബത്തെ ഒന്ന് സഹായിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ തീർച്ചയായിട്ടും, സാധാരണ ഇതിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾ പോലും അവരെ കുറിച്ച്, അവരുടെ കുടുംബത്തെ കുറിച്ച്, അവരുടെ വീടിനെ കുറിച്ച് ഒന്നും അന്വേഷണം നടത്താറില്ല. പക്ഷെ ഇത് അതിനുശേഷമാണെങ്കിൽ പോലും ആ കുടുംബം എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ കുറിച്ച് ആരും അന്വേഷിക്കാറില്ല. എന്തായാലും ചെറിയൊരു സഹായമാണെങ്കിൽ 10 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ചെറിയ സഹായമായിട്ടല്ല കാണുന്നത്. എങ്കിലും ഈ കിട്ടുന്ന സഹായം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കൈത്താങ്ങായിട്ട് കാണുകയാണ്. അതിന് എല്ലാ ഭാവങ്ങളും നേരുകയാണ്. വ്യവസായ ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത് നല്ലൊരു കാര്യമായി ഞാൻ കാണുകയാണ്. 117 ആളുകൾ, വ്യാപാര സുഹൃത്തുക്കൾ, അതുപോലെ ഇതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളുകൾ മരണപ്പെട്ട അവസരങ്ങൾ കൊണ്ട് തന്നെ പല ഇടങ്ങളിലാണ് ഈ ജില്ലയുടെ വിവിധ മേഖലകളിലായുള്ള വ്യാപാര സുഹൃത്തുക്കളും അവരുടെ കുടുംബത്തെയും സഹായിക്കുവാൻ വേണ്ടി ഉള്ള വലിയ ബൃഹത്തായ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടായി. അതിൽ ഏതാണ് മിക്കവാറും ഉള്ള പദ്ധതികളും ഒക്കെ തന്നെ ഈ സ്ഥലത്ത് ഇല്ലാതിരുന്ന അവസരം പിടിച്ച് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഈ പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് പങ്കെടുക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് തന്നെ ഇവിടെ 2 പേർക്കാണ് ഈ ധനസഹായം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന് മരണപ്പെട്ട നമ്മുടെ അതുപോലെ ഈ 2 കുടുംബത്തിനും 10 ലക്ഷം രൂപ വീതം ഇന്ന് നൽകുകയാണ്. പക്ഷേ പണ്ടുണ്ടായിരുന്ന രീതിയിലല്ല. പണ്ടൊക്കെ ആയിരുന്നുവെങ്കിൽ വ്യാപാരി സുഹൃത്തുക്കളാണെങ്കിലും ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണം കഴിഞ്ഞ് ആ വീട്ടിൽ കൂടി 50 അറിയിച്ച് പണിക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ കുറിച്ച് അന്വേഷിക്കാറില്ല, അന്വേഷണം നടത്താറില്ല. എന്തായാലും അതിനെ അവസരം ഒരുക്കിയെടുത്തുകൊണ്ടാണ് ഈ വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു വലിയ ബൃഹത്തായ പദ്ധതിക്ക് രൂപം കൊടുത്തു. ഇപ്പൊ തന്നെ പ്രിയപ്പെട്ട ശ്രീ ജോഷി വാസനോട് പറയുകയായിരുന്നു, ഇത് കൂടാതെ തന്നെ മറ്റൊരു പദ്ധതിക്ക് കൂടി ഒരുപാട് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ചികിത്സാ സഹായം ലഭ്യമാകാൻ കഴിയുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഇത്
വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പദ്ധതിയും അതിൻ്റെതായ നിരോധനവും മറ്റുള്ള ആളുകൾക്ക് ലഭ്യമാകാൻ കഴിയുന്ന തരത്തിൽ ഉള്ള പദ്ധതിയാണ് നോക്കിക്കാണുന്നത്. ഇവിടെ ബഹുമാനായ അധ്യക്ഷനുടെ സൂചിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ നീണ്ടകാലം നമ്മുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ രക്ഷാധികാരിയുമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട രവീണൻ ഇത്രയെങ്കിലും വർഷമായിട്ട് നമ്മുടെ ഈ യൂണിറ്റിന് സെക്രട്ടറിയും രക്ഷാധികാരിയുമായിരുന്നു. അദ്ദേഹത്തിനാണ് ഈ ഒരിക്കൽ അതുപോലെ തന്നെ നമ്മുടെ കാർത്തിക ജ്വല്ലറി തെക്ക് കൈമാറുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട MP യെ ക്ഷണിക്കുന്നു. ആരും കൈയിരിക്കരുത്. തിരിഞ്ഞിരിക്കണം. മോളെ തിരിഞ്ഞില്ല കുറച്ചുകൂടെ അങ്ങോട്ട് കയറിയില്ലേ? ധനസഹായം കൊടുക്കുന്നത് രവീന്ദ്രന്റെ പേപ്പറുകളാണ്. കുറച്ചുകൂടെ കയറി അങ്ങോട്ട് ഇയാൾ തിരിഞ്ഞു നോക്കും. ഓക്കെ. ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന നിലയ്ക്ക് നമ്മുടെ ഈ ചിറയൻകീഴ് നടക്കുന്ന ഈ കേരള വ്യാപാരി വ്യവസായിയുടെ ഈ ധനസഹായം, ആ ഒരു സംരംഭത്തെ കുറിച്ച് ഉള്ള ഒരു അഭിപ്രായം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലയിലെ ഈ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള അവരും അവരുടെ കുടുംബാംഗങ്ങളും മരണപ്പെട്ടാൽ ആ കുടുംബത്തെ സഹായിക്കുന്നതിൽ ഒരു നല്ല പദ്ധതിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. 10 ലക്ഷം രൂപ ഈ സംഘടനയിൽ അംഗമായിട്ടുള്ള അവരോ അവരുടെ കുടുംബാംഗങ്ങളോ മരണപ്പെട്ടാൽ അത് നൽകുന്നതിന് എടുത്ത തീരുമാനവും അത് നടപ്പിലാക്കാൻ കാണിച്ച ആ ഒരു ഇച്ഛാശക്തിയെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു സംഘടന എന്നുള്ള നിലയിൽ ഇത്തരത്തിൽ വലിയ ബൃഹത്തായ ഒരു പദ്ധതി 10 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ചെറിയൊരു തുകയല്ല. ആയിരക്കണക്കിന് അംഗങ്ങൾ ഉള്ള ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബാംഗങ്ങളും കൂടി ചേരുമ്പോൾ വലിയൊരു എണ്ണം വരികയാണ്. അത്രയും പേരെ കവർ ചെയ്തുകൊണ്ട് ഇത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയെയും ഇത് നടപ്പിലാക്കാൻ മുൻകൈയെടുക്കുന്ന ഇതിന്റെ ഭാരവാഹികളെയും ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കും. തൊഴിലെടുത്താലും ഏത് തരം പ്രവർത്തനം നടത്തിയാലും ഒരാളുടെ മരണം സ്വീകരിക്കുന്ന ദുഃഖ്യത എന്ന് പറയുന്നത് അത് കുറെ കാലം ആ കുടുംബത്തെ വേട്ടയാടുമെന്ന് പറയുന്നു. അവിടെ ഒരു കൈത്താങ്ങായി നിൽക്കുവാൻ മറ്റേതൊരു സംഘടനയിലാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ധാരാളം സംഘടനകളുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളടക്കം ഉള്ള സംഘടനകൾ ഓരോ സംഘടനകളുണ്ട്. നമുക്ക് എല്ലാവരുമില്ലാത്ത സംഘടനകളുണ്ട്. നിങ്ങൾ ഞാനുമൊക്കെ ഓരോ പല സംഘടനയിലെയും ഭാഗങ്ങളുമാണ്. എന്നാലും ആ ഒരു സംഘടനയിൽ അംഗമായിട്ടുള്ള ഒരാൾ മരണപ്പെട്ടാൽ ആ അംഗത്തിന്റെ കുടുംബത്തെ സഹായിക്കുവാൻ അത് 10 ലക്ഷം രൂപയുടെ ഒരു സഹായം എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് ഏർപ്പെടുത്തിയ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റിയും അതിന്റെ ഭാരവാഹികളെയും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതിന്റെ മറ്റൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ
ചിറയൻകീഴിലെ വ്യാപാര വ്യവസായ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ അധ്യക്ഷനോട് പറഞ്ഞു. ഇതിന് ഏറ്റവും പ്രാധാന്യ വിഷയമാണ് നമ്മുടെ ചിറയൻകീഴ് നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ചിറയൻകീഴ് മാറുന്നത്. ഒരുപക്ഷെ 40 വർഷത്തിന് മുമ്പോ ഏതെങ്കിലും ഒരു 30 വർഷത്തിന് മുമ്പോ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം പോലും ഇന്ന് ചിറയൻകീഴില്ല. അതുപോലെ ഇന്ന് മിക്കവാറും സർക്കാർ പോലും എന്തെങ്കിലും അപകടങ്ങളിൽപ്പെട്ടാലും കടലിൽ പെട്ടുപോയാലും കടലിൽ പെട്ട് കഴിക്കുന്നവരാണെന്ന് പറഞ്ഞിരിക്കുന്ന സഹായങ്ങളും മറ്റ് പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഒരു സഹായം കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ സഹായം എവിടെയും എത്തുന്നില്ല. ആ സ്ഥാനത്ത് ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയിലേക്ക് ചെന്നവരെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ആ സാഹചര്യത്തിൽ ആ കുടുംബത്തെ സഹായിക്കുന്നതിന് അവർക്ക് അത്താണിയായിട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി രംഗത്തെത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്. അതൊരു ചെറിയൊരു എമൗണ്ട് അല്ല. 10 ലക്ഷം എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ട് ആയിട്ട് കാണാൻ പറ്റില്ല. അതൊരു വലിയ തുക തന്നെയാണ്. പക്ഷെ അത് ആ കുടുംബത്തിന്റെ ഭാവി ജീവിതത്തിന് അവർക്ക് നല്ല രീതിയിൽ കരുപ്പിടിപ്പിക്കുന്നതിന് അവർക്ക് കഴിയും. അതിന് ഈ നല്ലൊരു പ്രവൃത്തിയാണ്. ഇതിന് പ്രത്യേകം എല്ലാവിധ ഈ പരിപാടി നടപ്പാക്കുന്നതാണ്. ഇതിന് ജില്ലാ ഭാരവാഹികൾക്കും ഇതിന്റെ യൂണിറ്റ് ഭാരവാഹികൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം ഒരു കാര്യം എനിക്ക് ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ഇരിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഇവിടെ പെരുമാതുര മേഖലയിലും വ്യാപാരി വ്യവസായ സംഘടനയിലെ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല പ്രവർത്തനമായിരുന്ന പ്രാരംഭഘട്ടത്തില് അതിനുശേഷം പിന്നീട് അത് വീണ്ടും പോയി. ഇപ്പൊ വീണ്ടും പ്രവർത്തന രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊരു ശ്രദ്ധ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. ചെറിയ ചെറിയ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ്. ശ്രദ്ധ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഒരു പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയം ഒരു പ്രദേശമാണ് കൊണ്ടുള്ള വ്യാപാരികൾ. അപ്പൊ അതിന് ജില്ലാ കമ്മിറ്റിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്ന അഭ്യർത്ഥനയോട് കൂടി ഞാൻ ഇവിടെ ഒരു കാര്യം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പെരുമാതുറ പ്രശ്നം. പെരുമാതുറ നമ്മൾക്ക് യൂണിറ്റ് വർഷങ്ങളായിട്ടുള്ള ഒരു യൂണിറ്റാണ്. പക്ഷെ ഇടക്കാലത്ത് ആ യൂണിറ്റ് പ്രവർത്തനരഹിതമാവുകയും വീണ്ടും കഴിഞ്ഞ വർഷം മുതൽ ആ യൂണിറ്റിൽ പുതിയ ഭാരവാഹികളുടെ ഭരണസമിതിയെ എടുത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. കുടുംബസുരക്ഷ തുടങ്ങിയ സമയത്ത് അവരതിന് അന്നുള്ള യൂണിറ്റ് പ്രവർത്തനമല്ലാത്തത് കൊണ്ട് അവിടെ ആരെയും ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ 5000 പേര് ചേർക്കുന്ന പദ്ധതിയിൽ ചേർക്കുന്നതിൽ അവർക്ക് യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികളുടെ കയ്യിൽ ഫോം ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെത്രയും പെട്ടെന്ന് അത് ചേർക്കുന്നതായിരിക്കും. അദ്ദേഹം പോയാൽ ഞാൻ ആ കാര്യം സൂചിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിദ്യകളിൽ ഒരാൾ കൂടെ നമുക്ക് പറയുകയുണ്ട്. നമ്മുടെ JCB-യില് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആർ.എസ്. കാരണം നമ്മുടെ ഇവിടുത്തെ ചിറയൻകീഴില് എവിടെ കണ്ടു പോയാൽ നേരെ വിളിക്കുന്നത് മറ്റേ AE-യിലെയോ ഓഫീസറിയൊന്നുമല്ല, നേരെ ഡയറക്റ്റ് വിളിക്കുന്നത് നമ്മുടെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറാണ്. അപ്പൊ അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് നമ്മൾ അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെല്ലാത്തിനും കൂടെ നമുക്ക് ക്ഷേമ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ആളുകളോടും ഇതിലോട്ട് ഭാഗമായി ശ്രമം ചെയ്യും. നമുക്ക് നമ്മുടെ ചിറയൻകീഴ് യൂണിറ്റിന്റെ അഭിമാനവും നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരവുമാണ് നമ്മുടെ ഫെസ്റ്റിവലിനെ കുറിച്ച് നമ്മളെ ഇവിടെ ഇരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആകുമ്പോൾ നമ്മളാരും പറഞ്ഞു തരേണ്ടെന്ന് ആവശ്യമില്ല. അദ്ദേഹത്തിന് ഈ കുടുംബസുരക്ഷാ പദ്ധതിയെ കുറിച്ച് നമ്മുടെ ഇതിനെ കുറിച്ച് രണ്ടു കാലത്ത് സംസാരിക്കുന്നതിലേക്ക് വേണ്ടി വളരെ ആദ്യപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ വ്യാപാരി വ്യവസായിയുടെ ഇന്നത്തെ ഈ പരിപാടിയെ കുറിച്ച് സാറും ഈ വ്യാപാരി വ്യവസായിയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലക്കാരനാണല്ലോ. അപ്പം ഈ പദ്ധതിയെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? എനിക്ക് പറയാനുണ്ടെങ്കിൽ വ്യാപാരി സുഹൃത്തുക്കളാണ് വ്യാപാരം ചെയ്യുന്ന ഒരുപാട് പേര് കേരളത്തിലാണ്. വ്യാപാരം ചെയ്ത് അവരുടെ മുക്തിമുക്തി കഴിഞ്ഞു പോകുന്ന ഒരുപാട് വ്യാപാരികൾ കേരളത്തിനകത്തുണ്ട്. അവർക്ക് യാതൊരുവിധ സഹായങ്ങളും
ഒരു ഗവൺമെന്റും നാളെ വരെ ആയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ ആശയം. ഞങ്ങള് എന്നാൽ ഈ ഗവൺമെന്റുകളെല്ലാം നിലനിർത്തുന്നത് ഞങ്ങളുടെ ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. കൃത്യമായി GST വിധിച്ച് കൃത്യമായി മാസത്തോളം അടച്ച് കൃത്യമായി പോകുന്ന ഒരുപാട് വ്യാപാരികളുണ്ട്. ഇത് ചെറിയ ചില വ്യാപാരികൾ മാത്രം ചെറുകിട കച്ചവടക്കാരാണെന്ന് GST ഉൾപ്പെടാതെ നിൽക്കുന്നുണ്ട്. വലിയ കച്ചവടക്കാർ എല്ലാവരും GST ഉൾപ്പെട്ടാണ് പോകുന്നത്. ഞാൻ തന്നെ പ്രതി മാസം 4 കോടി രൂപയോളമാണ് GST അടയ്ക്കുന്നത്. ഇൻപുട്ട് കഴിഞ്ഞിട്ട് ഒരു മാസം 75 ലക്ഷം രൂപ 80 ലക്ഷം രൂപ ആ ലെവലിലാണ് അടയ്ക്കുന്നത്. എങ്കിൽ പോലും ഞങ്ങൾക്കൊന്നും ഇതുവരെ ആയിട്ട് ഒരു സപ്പോർട്ട് പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള വലിയ വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരു വലിയ പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മളെ കൂട്ടത്തിലുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും തന്നെ സഹായിക്കാനില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വന്നതുകൊണ്ടാണ് വ്യാപാരികളെല്ലാം കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് തിരുവനന്തപുരം ജില്ലയാണ് ആദ്യം നടപ്പാക്കുന്നത്. ഇത് കാസർഗോഡ് വരെ നടപ്പാക്കാനായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒരു വ്യാപാരി സുഹൃത്ത് മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു രീതിയിലോട്ട് ഞങ്ങൾ കടന്നിരിക്കുകയും അത് വലിയ ആശ്വാസമാണ്. അത് ബഹുമാനപ്പെട്ട MP പറഞ്ഞതുപോലെ അത് മരണം കഴിഞ്ഞ ആ വീട്ടിനകത്ത് പിന്നെ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ അതിനെ തിരക്കി പിടിച്ച് ആ വ്യാപാരി കുടുംബത്തിന് വലിയൊരു സഹായം എത്തിക്കുന്നത് വലിയ ആശ്വാസമാണ്. ഇനിയും പല പുതിയ പരിപാടികൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ ഒറ്റ കെട്ടായിട്ടാണ് ഇപ്പം കേരളത്തിനകത്ത് നിൽക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ അതിലൊക്കെ ഞങ്ങൾ ഈ ഒറ്റ കെട്ടായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഗവൺമെന്റ് ഞങ്ങളെ ശ്രദ്ധിക്കണം, ഞങ്ങൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷമാണ് ഇന്ന് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇതിന്റെ പ്രധാന കാരണം ഒരു വ്യാപാരി സുഹൃത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഒരു കൈത്താങ്ങായി നമ്മളെല്ലാവരും ഒത്തുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ വ്യാപാരി സുഹൃത്തുക്കളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങള് ഒരു കൂട്ടായ്മ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. വർഷങ്ങളോളമായി ഞങ്ങളിവിടെ വ്യാപാരം നടത്തി വരികയാണ്. പക്ഷെ എന്തെന്നും ഞങ്ങൾക്ക് മാത്രം ഒരു സഹായവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ലക്ഷക്കണക്കിന് വ്യാപാരികൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പാദ്യം ഈ ഗവൺമെന്റിനെ നിലനിർത്താൻ നമ്മൾ കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ അസന്നിഗ്ധമായി തിരുവനന്തപുരം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു അണ്ണനും ഒക്കെയുള്ളവർ സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മളിൽ നിന്ന് നമ്മളാണ് ഇവിടുത്തെ വ്യാപാരികളാണ് ഇവിടുത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ നിലനിർത്തുന്ന അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള ഒരു വിഭാഗമാണ് വ്യാപാരികൾ. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു വ്യാപാരി ഇന്നലെ 100 രൂപ ഉണ്ടാക്കിയാൽ 99 രൂപയും ടാക്സ് ഇനത്തിലും കരമിനത്തിലും സെസ് ഇനത്തിലും സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ഒരു ഗതികേടാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ മരണപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹം പെൻഷനാകുകയോ ചെയ്യുകയാണെങ്കിൽ ആയുഷ്കാലം ഗവൺമെന്റ് അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ മരണാനന്തരമായിട്ടുള്ള ധാരാളം സംവിധാനം. അപ്പൊ അത് അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു സംരക്ഷണമാണ്. ആ ഉദ്യോഗം കൊണ്ട് ഗവൺമെന്റ് തന്നെ ഒരുക്കുന്ന സംരക്ഷണമുണ്ട്. പക്ഷെ വ്യാപാരികളെയോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള മറ്റ് വ്യവസായങ്ങളോ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിട്ടൊക്കെ നോക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും താഴ്ചയുമുള്ള ധാരാളമുള്ള ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത്തരം കുടുംബ സഹായ നിധി അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. അപ്പൊ ജനകീയ ഞാനിപ്പോ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഏകദേശം 300ഓളം അംഗങ്ങളുള്ളിടത്ത് 155 പേരെ നമ്മൾ ഇപ്പം ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് ഇതൊരു ക്യാമ്പയിൻ നടത്തി ഇവിടെയുള്ള മുഴുവൻ അംഗങ്ങളെ അല്ലെങ്കിൽ ജില്ലയിലുള്ള മുഴുവൻ അംഗങ്ങളെയും ഈ പദ്ധതിയിൽ കൊണ്ടുവന്ന് ഇതിന്റെ അംഗങ്ങളാക്കി ആൾക്കാർ എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അറിയാൻ സാധിച്ചത്. ഇവിടെ
ശ്രീ മുഹമ്മദ് റാഫി കാര്യം കൃത്യമായി പറഞ്ഞു. അപ്പൊ അത് സഹായം എടുക്കുന്ന രീതിയിൽ എല്ലാവരും കൊണ്ടുവരണമെന്ന് ഇതിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും മനുഷ്യനെ ആരോപിച്ചിട്ടുള്ളത് ഈ പരിപാടി പങ്കെടുത്ത മുഴുവൻ പേരും കൊണ്ടുവരാൻ നന്ദി പറഞ്ഞുകൊണ്ട് വാർത്തകൾ നിർത്തുന്നു.